നമസ്കാരം. അസാധാരണ സാഹചര്യത്തെ നേരിടാൻ അസാധാരണ നടപടി എന്ന തരത്തിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിച്ചതുപോലെ ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ. കോവിഡ് വാക്സിനായി 35,000 കോടി അനുവദിച്ചു. ബജറ്റ് നിലകൊള്ളുന്നത് 6 തൂണുകളിലെന്നും പ്രഖ്യാപനം. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകി. കേരളത്തെ വ്യവസായ ഹബ്ബാക്കി മാറ്റുന്നതിൽ ആദ്യ ചുവടുവെപ്പെന്ന് പ്രധാനമന്ത്രി. പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ കാർഷിക വികസന സെസ് ഏർപ്പെടുത്തിയത് വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്ന് ആശങ്കപ്പെട്ടെങ്കിലും എക്സൈസ് നികുതി കുറയ്ക്കുമെന്ന ധനമന്ത്രാലയത്തിന്റെ വിശദീകരണത്തോടെ വിലക്കയറ്റ ആശങ്ക ഇല്ലാതായി. തിരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങൾക്ക് എന്തൊക്കെയോ നൽകി എന്ന പ്രതീതി ഉണ്ടാക്കിയെന്ന് മാത്രമെന്ന് പ്രതിപക്ഷ വിമർശനം. കോവിഡ് പ്രതിസന്ധി മറികടന്ന് ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കാൻ ബജറ്റിന് കഴിഞ്ഞില്ലേ? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എംപിമാരായ ശ്രീ എളമരം കരീം, NK പ്രേമചന്ദ്രൻ, BJP നേതാവ് PK കൃഷ്ണദാസ് എന്നിവരാണ് സൂപ്പർ പ്രൈം ടൈമിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ PK കൃഷ്ണദാസ്, കോവിഡ് പ്രതിസന്ധിയിൽ നിന്നുള്ള കരകയറലല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ സൂചകങ്ങളാണ് ബജറ്റിൽ എന്നുള്ള വിമർശനത്തിന് ആദ്യം മറുപടി. അല്ല, ഒരിക്കലുമല്ല. ആകെ നമ്മുടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളവും ആസാമും തമിഴ്നാടും പശ്ചിമ ബംഗാളും മാത്രമാണ്. ഈ സംസ്ഥാനങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് കൊറോണ എന്ന മഹാമാരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, ശാക്തീകരിക്കാൻ, ഉത്തേജനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു കായകൽപ്പ ചികിത്സ തന്നെയാണ് ഇന്ന് ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് നിസ്സംശയം പറയാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല ഒരു കാര്യം കൂടി വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പുതിയ ഇന്ത്യ എന്നുള്ള നമ്മുടെ ഈ സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള ഒരു നയരേഖയാണ്, മാർഗരേഖ കൂടിയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയാൻ സാധിക്കും. മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനീ പറഞ്ഞത് കേവലം വാദമുഖങ്ങൾ മാത്രമല്ല. ഇതിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ബഡ്ജറ്റിന് 6 തൂണുകളുണ്ട് എന്ന് പറഞ്ഞു. 6 മേഖലകളിൽ സമഗ്രമായ വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയത്. ശ്രീ PK കൃഷ്ണദാസ്, അത് എല്ലാ ബജറ്റുകളിലും ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ, ചില മാജിക്കുകൾ കാണിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള തൂണുകളുടെ കാര്യവും ഇങ്ങനെ വികസനം ഇത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളും ചില വർണ്ണനകളും ഒക്കെ ഉണ്ടാകാറുള്ളതാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ജനങ്ങളിൽ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ, ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളത്. അതിനുള്ള ക്രിയാത്മകമായ എന്ത് നിർദ്ദേശമാണ് ഉള്ളത്? പതിവ് രീതിയിൽ തന്നെ ഓഹരി വിറ്റഴിക്കൽ പ്രഖ്യാപനങ്ങൾ വരുന്നു. വിദേശ നിക്ഷേപത്തിന്റെ പരിധി 49% നിന്ന് 74% കൂട്ടുന്നു. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ അല്ലാതെ, അതാണല്ലോ ചങ്ങാത്ത മുതലാളിമാർക്ക് വീതം വെക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നടന്നത് എന്ന പ്രതിപക്ഷ വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. അല്ല, ഇതൊരു പ്രതിപക്ഷത്തിന് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി അവർക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടാകാം. കാരണം കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നും ചിന്തിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ 60 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസിന് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തൊരു ബഡ്ജറ്റാണ്, പ്രഖ്യാപനങ്ങളാണ്, പദ്ധതിയാണ്, പണമാണ് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ 6 അടിസ്ഥാന മേഖല. നിങ്ങൾ ഓരോ മേഖലയും പരിശോധിക്കുക. ഒന്ന് മഞ്ജുഷ് സൂചിപ്പിച്ച ആരോഗ്യ മേഖല, 2,23,000 കോടി രൂപയാണ് ആ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. മാത്രമല്ല 35,000 കോടി വാക്സിന് വേണ്ടി നീക്കിവെച്ചു. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഏതാണ്ട് 6,25,000 വരുന്ന ഗ്രാമങ്ങൾ, അവിടെയുള്ള ഗ്രാമീണരുടെ അടക്കം നമ്മുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ ആരോഗ്യ സംരക്ഷണത്തിനെല്ലാ പദ്ധതികളും, ആവശ്യമായ എല്ലാ പദ്ധതികളും അതിനാവശ്യമായ പണവും നീക്കിവെച്ചുകൊണ്ടാണ്
ആരോഗ്യ മേഖലക്ക് 2,32,000 കോടി അനുവദിച്ചിട്ടുള്ളത്. ഈ ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും വലിയ ഊന്നൽ നൽകുകയും അലോക്കേഷൻ കൂട്ടി എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണ പ്രഖ്യാപിക്കുകയും പിന്നീട് പുതുക്കി നിശ്ചയിക്കുകയും ചെയ്ത അലോക്കേഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് അത്ര കൂടുതലായിട്ട് തോന്നുന്നില്ല. ബജറ്റ് എക്സ്പെൻഡിച്ചർ എടുത്ത് നോക്കിയാൽ അക്കാര്യം താങ്കൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ NK പ്രേമചന്ദ്രൻ MP, കേരളത്തിന്റെ കാര്യം എടുക്കാം. കേരളത്തിന് UPA-യുടെ കാലത്ത് 8 കേന്ദ്രമന്ത്രിമാർ ഉള്ളപ്പോൾ പോലും കിട്ടാത്ത ആനുകൂല്യങ്ങൾ, അത് കേരളം അങ്ങോട്ട് ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയെന്ന വാദമുഖമാണ് ഉള്ളത്. ഒരു വ്യവസായ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്ന പ്രഖ്യാപനം ബജറ്റ് അവതരണം ധനമന്ത്രി നടത്തിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് പറയുന്നു. ഇത് മാത്രമല്ല, ബജറ്റ് അവതരണ വേളയിൽ 3 തവണ കേരളത്തിന്റെ പേര് ധനമന്ത്രി എടുത്തു പറയുന്നു. ഇതിനേക്കാൾ എന്താണ് കേരളത്തിന് ആവശ്യമുള്ളത്? ഇപ്പോൾ ഇത്രയെങ്കിലും കേരളം പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണദാസ് ഇവിടെ സംസാരിച്ചപ്പോൾ ഉന്നയിച്ച 2,23,846 കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്നത്. ധനമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ 137% വർധനവുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിനകത്ത് എങ്ങനെയാണ് ഈ വർധനവ് വന്നത് എന്ന് പരിശോധിച്ചാൽ നല്ല കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഈ 2 ഹെഡുകളിലുമായി മറ്റു ഹെഡുകളിൽ കിടന്ന പണം ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നില്ല. ആ ചാപ്റ്ററിലേക്ക് കൊണ്ടുവന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് 2,23,846 കോടി രൂപയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. കണക്കിലെ കൃത്യമായിട്ടുള്ള കളിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. കാരണം അതാണ് ശ്രീ NK പ്രേമചന്ദ്രൻ MP, ഞാൻ ആദ്യം കൃഷ്ണദാസ് അവസാനം പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ച ഒരു കാര്യമുണ്ടായി, ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതിൽ ഞാൻ സൂചിപ്പിച്ചതും ഇത് തന്നെയാണ്. അതായത് കഴിഞ്ഞ തവണത്തെ ബജറ്റ് എസ്റ്റിമേറ്റും അതിനുശേഷം പുതുക്കി നിശ്ചയിച്ച കണക്ക് പ്രകാരവും തട്ടിച്ചു നോക്കുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 2.23 നമുക്ക് മാറ്റി നിർത്താം, അതല്ല യഥാർത്ഥത്തിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ബജറ്റ് എക്സ്പെൻഡിച്ചർ എടുത്തു വെച്ച് നോക്കുമ്പോൾ കാണാവുന്നതാണ്, അല്ലേ? കറക്റ്റ് തീർച്ചയായും. കാരണം 1,00,000 കോടി രൂപ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിൽ കിടന്ന പണം ഈ പ്രാവശ്യം ഈ ഡ്രിങ്കിങ് വാട്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സാനിറ്റേഷൻ, ശരിയാണ്. ഹെൽത്തിൻ്റെ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഡ്രിങ്കിങ് വാട്ടർ ഫോർ ഓൾ ഹെൽത്താണ്. ഫുഡ് സബ്സിഡി ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഫുഡ് സബ്സിഡി ഉൾപ്പെടെയുള്ള മുഴുവൻ ഹെഡ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന പണവും ഹെൽത്തുമായി റിലേറ്റഡ് ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു ചാപ്റ്റർ ഉണ്ടാക്കി കൺസോളിഡേറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ 137 അല്ല 250 500% വർധനം ഉണ്ടാകും. ഇതൊക്കെ വളരെ എന്തൊരു കൃത്രിമമായിട്ടുള്ള നിലയിലാണ് സത്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പി. ഇത് മാത്രമല്ല, ധാരാളമുണ്ട്. അതൊന്നും ഇത്തരമൊരു ചർച്ചയിൽ പറഞ്ഞാൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. ശരി, അത് ഓരോ എക്സ്പെൻഡിച്ചറും എടുത്തു വെച്ച് നോക്കേണ്ടി വരും. പക്ഷേ ഞാൻ അത് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു അത്. ശ്രീ NK പ്രേമചന്ദ്രൻ MP, ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കേരളത്തിന്റെ കാര്യം ആദ്യം ചർച്ച ചെയ്യുന്നത് കൊണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി എന്തോ നൽകി എന്ന പ്രതീതി ഉണ്ടാക്കുവാനുള്ള ശ്രമം നടന്നുവെന്ന പ്രതിപക്ഷ ആരോപണം ഉള്ള സ്ഥിതിക്ക് ആ ചോദ്യത്തിലേക്ക് വരിക. ഡയറക്റ്റായിട്ട് ഞാൻ അതിലേക്ക് വരാം. ഇത് വളരെ ഡീറ്റെയിൽഡായി ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സിനെ സംബന്ധിച്ചും എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ചും ഞങ്ങളാരും സാമ്പത്തിക വിദഗ്ധരല്ല. വളരെ സൂക്ഷ്മതലത്തിൽ ചർച്ച ചെയ്താൽ ഒരുപാട് കൃത്രിമങ്ങൾ, ഒരുപാട് കണക്കിലെ കണികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ പറഞ്ഞത് പരിമിതപ്പെടുത്തുന്നു. ചോദ്യം കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ സംബന്ധിച്ചാണ്. ശരിയാണ്, കേരളത്തെ സംബന്ധിച്ച് 3 പ്രാവശ്യം ബഡ്ജറ്റിൽ പരാമർശമുണ്ട്. നിങ്ങൾ ഒരു ബഡ്ജറ്റിൻ്റെ സാങ്ക്ടിറ്റി തന്നെ, കാരണം കേരളം, ആസാം, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, ഈ 4 സംസ്ഥാനങ്ങളുടെ പേര് 2 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിലവിലുള്ള പ്രോജക്റ്റുകൾ ഒന്നുകൂടി എലൂസിഡേറ്റ് ചെയ്യുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 65,000 കോടി രൂപ നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി 65,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ 65,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ മുംബൈയിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള ഇന്ന് നിലവിലുള്ള നാഷണൽ ഹൈവേ, വിവിധ നാഷണൽ ഹൈവേകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പം മുംബൈയിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള നാഷണൽ ഹൈവേയുടെ ചെലവ് ഉൾപ്പെടെ കേരളത്തിൽ 65,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള അലോക്കേഷൻ നൽകി. ഞാനതിനെ കുറച്ച് കാണുന്നില്ല. കേരളത്തിന് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് വിശേഷിപ്പ് അത് വാജ്പേയി ഇരുന്നപ്പോഴും ഞാൻ അംഗീകരിക്കുന്നു.
ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ, നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ മെച്ചപ്പെട്ട പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യവും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അങ്ങനെയാണെങ്കിൽ കൊല്ലം മധുരയും മുംബൈ കന്യാകുമാരിയും അതുപോലെ തന്നെ കൊച്ചി മെട്രോയും ഇക്കാര്യങ്ങളിലൊക്കെ ഇത്രയും തുക നീക്കി വെച്ചതിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നല്ലേ? കാരണം ഓരോ ബജറ്റും നമ്മൾ കൂടുതൽ തുക സംസ്ഥാനത്തെ പദ്ധതികൾക്ക് വേണം. അത് പഴയതാണോ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണോ എന്നത് നോക്കേണ്ട. കൂടുതൽ അലോക്കേഷൻ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല, അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ 65,000 കോടി രൂപ എന്ന് പറയുന്നത് മുംബൈയിൽ നിന്നും കന്യാകുമാരി വരെയുള്ള റോഡിൻ്റെ മൊത്തം വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയാണ്. അതിൽ കേരളത്തിൽ എത്ര കിലോമീറ്റർ വരും? ഒന്ന്. രണ്ടാമത്തത്, എന്നാൽ പോലും അത് കുറവല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായി അംഗീകരിച്ചേ മതിയാവൂ. മറ്റൊരു കാര്യം മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇപ്പം മധുരയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ഒരു പുതിയ നാഷണൽ ഹൈവേ കോറിഡോർ, അത് ഏതാണ്ട് തമിഴ്നാടിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് 1.303 ലക്ഷം കോടി രൂപയിൽ. അത് അതിൻ്റെ പ്രധാനപ്പെട്ട ചങ്ക് ഒരു 46 കിലോമീറ്ററോളം വരുന്നത് ഒരു പുതിയ റോഡായി, ഹൈവേ ആയി കൊല്ലം ജില്ലയിലാണ്. അതിന് നമ്മൾ സ്വാഗതം ചെയ്യാതിരിക്കേണ്ട കാര്യം എന്താ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റ് ഇതിൻ്റെ 10 മടങ്ങ് അലോക്കേഷൻ മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്, UP-യിലുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അത്തരം സംസ്ഥാനങ്ങളുടെ ഒന്നും പേര് പറയാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള അലോക്കേഷൻ്റെ മാത്രം പേരെടുത്ത് പറഞ്ഞ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നിയതമായ പ്രഖ്യാപനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 5.38 ലക്ഷം കോടി രൂപ 5 വർഷങ്ങൾക്കുള്ളിൽ ബോറോ ചെയ്തുകൊണ്ട് ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വർദ്ധിച്ചിട്ടുണ്ട്. ആ കാര്യം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതായത് കേരളത്തിന്റെ പേര് പലതവണ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് നടത്തുകയായിരുന്നു ശ്രീമതി നിർമ്മല സീതാരാമൻ എന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ശ്രീ എളമരം കരീം MP ഇന്ന് ധനമന്ത്രി തോമസ് ഐസക്കും ഇക്കാര്യങ്ങൾ പരാമർശിച്ചു വന്നപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു അലോക്കേഷൻ കിട്ടിയത് അത് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞു. BJP നേതാക്കൾ ഇന്ന് പറഞ്ഞത് ധനമന്ത്രി തോമസ് ഐസക് ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ്. അതിൽ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ കടമെടുപ്പ് പരിധി തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ വാർത്താ സമ്മേളനത്തിലും കേന്ദ്രത്തെ കുറ്റം പറയുന്നതിന് വേണ്ടി ധനമന്ത്രി പതിവായി പറയാറുള്ള ഒരു കാര്യമാണ് ഈ 3% കാര്യം. കടമെടുപ്പ് പരിധി 3% വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉയർത്തുന്നില്ല എന്ന് 4% ഇന്നത്തെ ബജറ്റിൽ. ഇതോടുകൂടി ധനമന്ത്രിക്ക് ആ ഒരു വാദം ഇല്ലാതായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ NK പ്രേമചന്ദ്രൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച ദേശീയപാതയ്ക്ക് കൂടുതൽ പണം നൽകുന്നത്, മെട്രോയ്ക്ക് പണം നൽകുന്നത്, ഇതിലെല്ലാം സംസ്ഥാനത്തിന് ആവശ്യമുള്ള പണം തരുന്നു എന്ന വാദമാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. അതിനുള്ള മറുപടി: സംസ്ഥാനത്തിന് കൂടുതൽ പണം അനുവദിച്ചു എന്ന വാദം നിരർത്ഥകമാണ്. ഇവിടെ നാഷണൽ ഹൈവേ വികസനത്തിന് 65,000 കോടി എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഇന്നത്തെ രീതിയെക്കുറിച്ച് അറിയാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാം. നാഷണൽ ഹൈവേ അതോറിറ്റി നടത്തുന്ന എല്ലാ റോഡ് വികസനവും BOT അടിസ്ഥാനത്തിലാണ്. കേന്ദ്ര സർക്കാർ നേരിട്ട് പണം കൊടുത്ത് ഒരു പദ്ധതിയും നടപ്പാക്കുന്നില്ല. എല്ലാം ഏതെങ്കിലും കമ്പനികളോ കോൺട്രാക്ടേഴ്സോ അവരുടെ പണം മുടക്കി ഉണ്ടാക്കുകയും അതിനുശേഷം ടോൾ പിരിച്ച് ആ പണം ഈടാക്കിയെടുക്കുകയും ചെയ്യുക എന്ന രീതിയാണ്. ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്കമാലി മുതൽ വാളയാർ വരെയുള്ള റോഡ് പരിശോധിച്ചാൽ എത്ര ടോൾ ബൂത്താണ് അതിൻ്റെ നടുക്കുള്ളത്? അപ്പം അതുകൊണ്ട് ഈ 65,000 കോടി എക്സ്ചക്കറിന്ന് ചെലവഴിക്കുന്നതല്ല. 2, കർണാടക അതിർത്തി മുതൽ തൃശ്ശൂർ വരെയുള്ള നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ട ഭൂമി ഏറ്റെടുക്കൽ LDF ഗവൺമെൻറ് പൂർത്തിയാക്കി ഹാൻഡ് ഓവർ ചെയ്ത് 13 കോൺട്രാക്ടർമാർക്ക് വർക്ക് അവാർഡ് ചെയ്ത് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. പിന്നെന്താണ് ഈ ബജറ്റിൽ പുതുതായി പറയാൻ കാരണം? അതിൽ തലശ്ശേരി ബൈപ്പാസിൻ്റെ പ്രവൃത്തി മാത്രമാണ് ആരംഭിച്ചത്, മറ്റൊന്നും ആരംഭിച്ചിട്ടില്ല. കോഴിക്കോട് മൈസൂർ നാഷണൽ ഹൈവേ ഇൻവെസ്റ്റിഗേഷൻ പോലും പൂർത്തിയാക്കിയിട്ടില്ല. കോഴിക്കോട് വാളയാർ പാലക്കാട് നാഷണൽ ഹൈവേ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയിട്ടില്ല. ചേർത്തല മുതൽ കളിയിക്കാവുള്ള വരെ പോകുന്നിടത്ത് കഴക്കൂട്ടം ഫ്ലൈ ഓവറിൻ്റെ പ്രവൃത്തി മാത്രമാണ് നടക്കുന്നത്. എവിടെയാണ് ഈ പണം
ഒരു വർഷം കൊണ്ട് ചെലവഴിക്കാൻ പോകുന്നത്? ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്താവന മാത്രമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ശ്രീ എളമരം കരീം MP, BJP-യുടെ ശക്തി നിങ്ങൾ രണ്ടുപേരും ഉയർത്തിക്കാട്ടുകയല്ലേ ഇവിടെ ചെയ്യുന്നത്? കേരളത്തിൽ BJP-ക്ക് സ്വാധീനമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ടാണല്ലോ നിങ്ങൾ രണ്ടു കൂട്ടരും UDF-ഉം LDF-ഉം വിലയിരുത്തുന്നത്. അപ്പോൾ കേരളത്തിനായിട്ടൊരു പാക്കേജ് പ്രഖ്യാപിച്ച് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുവാനായിട്ട് BJP ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് BJP-ക്ക് സ്വാധീനമുണ്ട്, അത് അവർ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമായി അവർ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉയർത്തിക്കാട്ടുന്ന ഒരു രീതിയായി പോയില്ലേ? ഒരിക്കലുമല്ല. BJP സർക്കാർ എങ്ങനെയാണ് ഒരു ബജറ്റിനെ കാണുന്നത് എന്നതിൻ്റെ ഒരു വസ്തുത ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനാണ്. യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്ത് ഒരു കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ദുരിതം അകറ്റാൻ ഒരു പദ്ധതിയാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. അതിന് കേരളത്തിലെ റബ്ബർ വിലയിടിവ് പരിഹരിക്കാൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യമായ എയിംസ് അനുവദിക്കാൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? കേരളം ആവശ്യപ്പെട്ട ശബരി റെയിൽ പദ്ധതി, നഞ്ചങ്കോട് റെയിൽ പദ്ധതി എന്തെങ്കിലും പരാമർശമുണ്ടോ? കേരളം ആവശ്യപ്പെട്ട സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ? ഇത് ഒരു രൂപ പോലും ചെലവഴിക്കേണ്ടതില്ലാത്ത ഒരു പ്രോജക്റ്റിൻ്റെ പേര് പറഞ്ഞ് പ്രചാരവേല നടത്തുക. തെരഞ്ഞെടുപ്പ് നടക്കാനിടയുള്ള 4 സ്റ്റേറ്റുകളുടെ പേര് മാത്രം എന്തുകൊണ്ട് പറഞ്ഞു? ഏകദേശം 38 ലക്ഷം കോടി രൂപയുടെ ബജറ്റിൽ ആസാം, ബംഗാൾ, തമിഴ്നാട്, കേരളത്തിൽ മാത്രമാണോ ചെലവഴിക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളില്ലേ? ഈ രാഷ്ട്രീയം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. അല്ലാതെ BJP-ക്ക് കേരളത്തിൽ എന്തെങ്കിലും മഹാത്ഭുതം ഇതുകൊണ്ട് കാണിക്കാൻ കഴിയുമെന്നുള്ള ഒരഭിപ്രായവും എനിക്കില്ല, അങ്ങനെയുള്ള ഒരു ആശങ്കയുമില്ല. ഇതെല്ലാം അവർക്ക് ബൂമറാങ് പോലെ കേന്ദ്ര ബജറ്റിൻ്റെ പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കുകയും കേന്ദ്രം അവതരിപ്പിച്ച ഈ ബജറ്റ് എത്രമാത്രം ജനവിരുദ്ധമാണ്, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ് എന്ന വസ്തുത മറച്ചുവെക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ താങ്കൾ പറഞ്ഞ ഈ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി അത് പക്ഷേ ഉൾപ്പെട്ടിട്ടില്ലേ ഫോർ കോർപ്പറേറ്റ്സ് ബജറ്റിന്റെ അനക്ഷർ ഭാഗത്ത്? റെയിൽവേ ബജറ്റും ഒന്നിച്ചാണല്ലോ അവതരിപ്പിക്കുന്നത്. ദിസ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ അതിനെക്കുറിച്ചൊരു നാഷണൽ റെയിൽ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ ഒരു വാർത്താക്കുറിപ്പ് അതിനകത്ത് അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കത് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഇല്ല, അങ്ങനെ ആ പ്രസംഗത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ കാശ് അതിനുവേണ്ടി അനുവദിച്ചതായി ഒരു പരാമർശമില്ല. ഇതുപോലുള്ള നിർണായകമായ പദ്ധതികളെക്കുറിച്ചൊന്നും പരാമർശമില്ല. അത് മാത്രമല്ല, ഈ ബജറ്റ് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ക്രോപ്പ് റബ്ബർ വിലയിടിവിനെക്കുറിച്ച് എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിച്ചോ? റബ്ബർ ബോർഡ് തന്നെ ഇല്ലാതാക്കുകയാണ്. ഇതല്ലേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്? ഇത് കേരളത്തെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും? സ്റ്റേറ്റിന് GST കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് പറഞ്ഞോ? ആ പ്രശ്നം രൂക്ഷമായി വന്നപ്പോഴാണ് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള പരിധി 3% എന്ന നിലയിലേക്ക് 4% എന്ന നിലയിലേക്ക് എത്തുന്നത്. അല്ലാതെ വെറുതെ കടമെടുക്കാൻ പറഞ്ഞതല്ല. GST കോമ്പൻസേഷൻ നിയമപരമായി കൊടുക്കേണ്ടതല്ലേ? അത് കൊടുക്കാതിരിക്കുന്നതിന് എന്ത് ന്യായീകരണമാണ് ഗവൺമെൻറ്റിന് പറയാനുള്ളത്? ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയപ്പോൾ അന്ന് തന്നെ ഞങ്ങളതിന് എതിർത്തതാ. കടമെടുക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമുള്ള അവകാശത്തെ പരിമിതപ്പെടുത്തുന്നത് പൊതു ചെലവുകൾ കുറച്ച് അതെല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്ന നയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ ചെലവാക്കുമെന്ന് പറഞ്ഞില്ല ഈ കാലത്ത്. 2,23,846 കോടി ഉറുപ്പിക എന്ന് പറയുമ്പോൾ ആകെ ആരോഗ്യ മേഖലയ്ക്ക് കിട്ടുന്നത് 76,000 കോടി ഉറുപ്പിക മാത്രമാണ്. 71,269 കോടി ഉറുപ്പിക ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. 65,000 കോടി ഉറുപ്പിക കഴിഞ്ഞ വർഷത്തെ അലോക്കേഷൻ ഉണ്ട് 2020-21 കാലത്തേക്ക്. എന്ത് വർധനമാണ്? ഒരു നോമിനൽ ഇൻക്രീസ് മാത്രം. അത് മതിയോ ഈ കോവിഡ് കാലത്തേക്ക്? വാക്സിൻ സൗജന്യമായി കൊടുക്കണമെന്ന ആവശ്യം എല്ലാവരും ശക്തമായി ഉന്നയിച്ചതല്ലേ? ഇതുവരെ ഉണ്ടായ എല്ലാ പകർച്ചവ്യാധികൾക്കും വാക്സിനേഷൻ നടത്തിയ സൗജന്യമായിട്ടല്ലേ? എന്താണ് കോവിഡ് വാക്സിൻ സൗജന്യമായി കൊടുക്കാൻ കഴിയാത്തത്? ശരി, അത് 35,000 കോടി അപര്യാപ്തമാണ് എന്ന കാര്യം ഇന്ന് ധനമന്ത്രി തോമസ് ഐസക്കും പറയുകയുണ്ടായി. അല്ലെങ്കിൽ 2,000 കോടി കേരളം നൽകേണ്ടി വന്നേനെ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. മറ്റൊരു കാര്യം ശ്രീ എളമരം കരീം, താങ്കൾ ഇതൊന്ന് ചെക്ക് ചെയ്യുക. ബോത്ത് ഹൈഡ്രജൻ ആൻഡ് സിൽവർ ലൈൻ സെമി ഹൈ സ്പീഡ് റെയിൽ ഫിഗേഴ്സ് ഇൻ ദ യൂണിയൻ ബജറ്റ് അനൗൺസ്മെന്റ്സ് ആൻഡ് നാഷണൽ റെയിൽ പ്ലാൻ.
എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ റെയിൽ പ്ലാൻ ഇന്ത്യ റെയിൽവേയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി അനൗൺസ്മെന്റ് ബജറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് അനക്ഷറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. താങ്കൾ അതൊന്ന് നോക്കുക. ശ്രീ പി കെ കൃഷ്ണദാസ്, വിമർശനം പ്രധാനമായും ഇത് തന്നെയാണ്. ശരി, വിമർശനം പ്രധാനമായും ഇത് തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ സ്റ്റണ്ട്. അതുമാത്രമല്ല, കോവിഡ് പ്രതിസന്ധി മറികടക്കുവാനുള്ള ഒരു നിർദ്ദേശവുമില്ല. 35,000 കോടി രൂപ കോവിഡ് വാക്സിനായുള്ളത് അപര്യാപ്തമാണ്. കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകും എന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല. അല്ല, ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് മഞ്ജുഷ് മനസ്സിലാക്കുക. അതായത് ഇത് കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ല കേന്ദ്രം ഭരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അടിസ്ഥാനപരമായ നയം എന്ന് പറയുന്നത് പ്രഖ്യാപനങ്ങൾ നടത്തുക, പ്രാവർത്തികമാക്കാതിരിക്കുക, ജനങ്ങളെ പറ്റിക്കുക. ഇതാണ് കഴിഞ്ഞ 60 വർഷക്കാലം കോൺഗ്രസ് രാജ്യത്ത് ചെയ്തത്. അതുകൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ചത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി നോക്കുക. ഏറ്റവും ഒടുവിൽ നമ്മുടെ കേരളത്തിലെ ധനമന്ത്രി കിഫ്ബിയിലൂടെ ഏതാണ്ട് 60,000 കോടി രൂപ സമാഹരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസന രംഗത്ത് വിപ്ലവം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഈ ശ്രീമാൻ എളമരം കരീം അങ്ങ് മനസ്സിലാക്കുക, കേവലം 6,000 കോടി രൂപയാണ് നിങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ചത്. അതും നമ്മുടെ വാഹന നികുതിയിലൂടെ ലഭിച്ച തുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മസാല ബോണ്ടിലൂടെ ലഭിച്ച 2,000 കോടി രൂപ എല്ലാം കൂടി തികച്ചിട്ടാണ്. അതുപോലെ പെട്രോളിയം സെസ്, ഇതൊക്കെ കൂട്ടിക്കിട്ടിയ 6,000 കോടി രൂപയാണ് ആകെ കിഫ്ബിയിലൂടെ ചെലവഴിച്ചത്. നിങ്ങൾ പറഞ്ഞ 60,000 കോടി എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ തട്ടിപ്പായിരുന്നു എന്ന കാര്യത്തിൽ ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ മറ്റൊരു കാര്യം, എന്നാൽ അതുപോലെയല്ല നരേന്ദ്രമോദി സർക്കാർ എന്ന് കോൺഗ്രസ് മാർക്സിസ്റ്റ് നേതൃത്വം അല്ലെങ്കിൽ LDF UDF നേതൃത്വം മനസ്സിലാക്കുക. താങ്കൾ പരാമർശിച്ചുകൊണ്ടാണ് ഇന്ന് ധനമന്ത്രി തോമസ് ഐസക്, ശ്രീ പി കെ കൃഷ്ണദാസ്, ധനമന്ത്രി തോമസ് ഐസക് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനോടുള്ള പ്രതികരണം എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ കിഫ്ബി പരാമർശവും എടുത്തിടുകയുണ്ടായി. ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി ഇത്രയും പണം അനുവദിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് കിഫ്ബി മാതൃകയിൽ തന്നെയാണല്ലോ NHAയും പണം കടമെടുക്കുന്നത് എന്ന രീതിയിലുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ കിഫ്ബിയെ പിന്തുടരുകയാണല്ലോ അവിടെ NHA, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നാണ് ഐസക് പറയുന്നത്. അല്ല, ഞാനിപ്പോൾ കിഫ്ബിയുടെ ന്യായാന്യായങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ചും അല്ല പറയുന്നത്. മറിച്ച് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ LDF ഗവൺമെൻറ്, അതിൽ ധനമന്ത്രിയായിട്ടുള്ള നമ്മുടെ തോമസ് ഐസക് 60,000 കോടി രൂപ സമാഹരിക്കും 5 വർഷം കൊണ്ടെന്ന് പറയുകയും കേവലം 7,000 കോടിയിൽ മാത്രം ഒതുങ്ങുകയും ചെയ്തു. അത് ഞാൻ സൂചിപ്പിച്ചത് മാർക്സിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് പ്രഖ്യാപനം നടത്തുക, പക്ഷേ പ്രാവർത്തികമാക്കാതിരിക്കുക, ജനങ്ങളെ പറ്റിക്കുക എന്നതാണ്. അതേ നിലപാട് തന്നെയാണ് BJPക്കും ഉണ്ടാവുക എന്ന അർത്ഥത്തിലാണ് ശ്രീമാൻ എളമരം കരീം തൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചത്. ഞാൻ നേരത്തെ ശ്രീമാൻ പ്രേമചന്ദ്രൻ MP ഒരു കാര്യം സൂചിപ്പിച്ചു. ഈ ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അടിസ്ഥാന മേഖലയുടെ വികസനത്തിൽ, അത് സീപോർട്ടായാലും എയർപോർട്ടായാലും റെയിൽവേ ആയാലും ഹൈവേ ആയാലും വലിയ വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല, കേരളത്തിന് അനുവദിച്ച 1,100 കിലോമീറ്റർ ദേശീയപാത, അതിനാവശ്യമായിട്ടുള്ള 65,000 കോടി രൂപ, അതിന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. മറിച്ച് ഞാൻ മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യവും കൂടി നരേന്ദ്രമോദിക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊല്ലത്ത് ഒരു പുതിയ ദേശീയപാത, അദ്ദേഹത്തിൻ്റെ ലോകസഭാ നിയോജക മണ്ഡലത്തിൽ ഒരു പുതിയ ദേശീയപാത കൂടി കിട്ടാൻ പോകുന്നുണ്ട്. അദ്ദേഹം അത് മനസ്സിലാക്കി കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. ശ്രീമാൻ എളമരം ശ്രീമാൻ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ വസ്തുതാപരമായ തെറ്റുണ്ട്. ആരോഗ്യ മേഖലക്കുള്ള 2,23,000 കോടിയിൽ ശുദ്ധജല വിതരണം, അതുപോലെ തന്നെ നഗര ശുചീകരണം, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കണക്കിൽ മറിമായം കാണിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഇത് വസ്തുതാപരമായി തെറ്റാണ്. ശുദ്ധജലത്തിന് വേണ്ടി 2,87,000 കോടിയും നഗര ശുചീകരണത്തിന് വേണ്ടി 1,47,000 കോടി രൂപയും പ്രത്യേകമായിട്ട് വകകൊള്ളിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഏത് കാര്യങ്ങളും പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട്
ഇത് പറയുന്നത് വസ്തുതാപരമായി തെറ്റാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, അത് ഉണ്ടെങ്കിൽ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അങ്ങനെയാണോ? അതിൽ ആർക്കാണ് തെറ്റ് പറ്റിയത്? ശ്രീ പി കെ കൃഷ്ണദാസനാണോ എൻ കെ പ്രേമചന്ദ്രനാണോ? കേന്ദ്ര ഗവൺമെന്റ് അല്ല, തിരുത്തി പോകാം. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അങ്ങനെ ഒരു ആരോപണമാണോ? എന്തേ അല്ലല്ല ശ്രീ പി കെ കൃഷ്ണദാസ് ഒരിക്കലുമല്ല 5 വർഷത്തേക്ക് എന്താ ചോദിച്ചത് മഞ്ജുഷ് മനസ്സിലായില്ല. ഡ്രിങ്കിംഗ് വാട്ടർ മിഷന് വേണ്ടി ശ്രീ കൃഷ്ണദാസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങിവിടെ സൂചിപ്പിച്ച 2,87,000 കോടി രൂപ ഡ്രിങ്കിംഗ് വാട്ടർ പ്രോജക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഡ്രിങ്കിംഗ് വാട്ടർ ജൽജീവൻ മിഷന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് 5 വർഷം കൊണ്ട് ചെലവഴിക്കാനാണ്. ആ 5 വർഷം കൊണ്ട് ചെലവഴിക്കുന്ന തുകയിൽ ഈ വർഷത്തെ തുകയാണ് 60,030 കോടി രൂപ. അതാണ് ഹെൽത്ത് സെക്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എക്സ്പെൻഡിച്ചറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ ഉന്നയിച്ച ആക്ഷേപം. അതിലൊരു പെശവുമില്ല. അടിസ്ഥാന വിരുദ്ധമായിട്ടല്ലെങ്കിൽ ഹലോ പറഞ്ഞോളൂ. അതിൽ അടിസ്ഥാനപരമായി തെറ്റില്ല എന്ന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നു. ശ്രീ പി കെ കൃഷ്ണദാസ് അല്ലല്ല, അതിനോട് എനിക്ക് വിയോജിപ്പുള്ളത്. മാത്രമല്ല, നഗര ശുചീകരണത്തിന് 1,05,000 വർഷത്തെ തുക എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കും, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് പ്രത്യേകമായ അലോട്ട്മെൻറ്റ് വകവരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2, ഞാൻ ശ്രീമാൻ എളമരം കരീം പറഞ്ഞത് ഈ അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി കേന്ദ്രം ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഇതിൽ ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിക്കാം. അദ്ദേഹം അറിയാത്തത് കൊണ്ടായിരിക്കില്ല, രാജ്യസഭ അംഗമാണ്. ഏറ്റവും ഒടുവിൽ ശ്രീ എളമരം കരീം അങ്ങയുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ? കേന്ദ്രവും കേരളവും ഒരേ പാർട്ടി ഭരിച്ചാലേ വികസനം ഉണ്ടാകൂ എന്ന ധാരണ തെറ്റി. ഇപ്പോൾ BJP കേന്ദ്രം ഭരിക്കുന്നു, CPM കേരളം ഭരിക്കുന്നു. ഇതാ ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 40 വർഷം നമുക്ക് 40 വർഷം കാത്തിരുന്നൊരു പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയത്. അതിൻ്റെ പൈസ BOTയുടെ അടിസ്ഥാനത്തിലല്ല ശ്രീ എളമരം കരീം. മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹം നമ്മുടെ കൊല്ലത്തെ ബൈപ്പാസ് ഉദ്ഘാടന വേദിയിൽ, എനിക്ക് തോന്നുന്നു ശ്രീ പ്രേമചന്ദ്രനും ആ വേദിയിൽ എനിക്കറിയില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അന്ന് ഉമ്മൻചാണ്ടി വേദിയിലുണ്ടായിരുന്ന ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ അഭിനന്ദിച്ചു. കാരണം 38,000 കോടിയുടെ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്, UDF മുഖ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ആവശ്യപ്പെടാത്ത തുകയും ഇതാ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ ആലപ്പുഴയിലെ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അതിനെ സ്വാഗതം ചെയ്തു. മൂന്നാമതൊരു കാര്യം, ഇപ്പം മലബാർ ഭാഗത്ത് നേരത്തെ ശ്രീമാൻ എളമരം കരീം സൂചിപ്പിച്ചു, കാസർഗോഡ് മുതൽ, അതായത് കാസർഗോഡ് നമ്മുടെ മംഗലാപുരത്തിൻ്റെ ബോർഡർ മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ ദേശീയപാതയുടെ വീതി കൂട്ടൽ പദ്ധതി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, സ്ഥലമെടുപ്പ് കഴിഞ്ഞു, സംസ്ഥാന സർക്കാരാണ് പണം കൊടുത്തത്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതിനാവശ്യമായ കേന്ദ്ര ഗവൺമെൻറ് ഉപരിതല ഗതാഗത വകുപ്പ് അതിനാവശ്യമായ പണം നൽകുകയുണ്ടായി. എൻ്റെ കയ്യിൽ ശ്രീമാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സുധാകരൻ്റെ പ്രസ്താവന എൻ്റെ കൈവശമുണ്ട്. വേണമെങ്കിൽ ഞാനത് വാട്സപ്പിലൂടെ ശ്രീമാൻ എളമരം കരീമിന് അയച്ചു തരാൻ തയ്യാറാണ്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ മാത്രമല്ല മുൻപത്തെ ബഡ്ജറ്റിലും അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ റെയിൽവേ മേഖലയ്ക്ക് വേണ്ടി, റെയിൽവേ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവിട്ടതും നരേന്ദ്രമോദി സർക്കാരാണ്. ഇപ്പോഴ് റെയിൽവേ, നമ്മുടെ മെട്രോ റെയിൽവേയുടെ കൊച്ചിൻ, അതിൻ്റെ 2ാം ഘട്ട വികസനത്തിന് വേണ്ടി 1979 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അതേപോലെ മത്സ്യ തുറമുഖമായ കൊച്ചിൻ തുറമുഖത്തെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ ഒരു മത്സ്യമേഖലയും അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട ഒരു ഹബ്ബാക്കി മാറ്റാൻ ഇതാ കേന്ദ്ര ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ശ്രീമാൻ എളമരം കരീമോടും ശ്രീ പ്രേമചന്ദ്രനോടും സൂചിപ്പിക്കുന്നത്, നമുക്ക് 65,000 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. 1100 കിലോമീറ്റർ ഈ റോഡ് വികസനമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇനി അതിലെന്തെങ്കിലും കുറവ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1100 കിലോമീറ്റർ എന്നുള്ളത് കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ 2 പേരോടും ചോദിക്കുന്നു, ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാണെങ്കിൽ ശ്രീ എളമരം കരീം അങ്ങ് ഇതിനെ സ്വാഗതം ചെയ്യുമോ? ശ്രീമാൻ പ്രേമചന്ദ്രൻ നേരത്തെ സ്വാഗതം ചെയ്യാനുള്ള മര്യാദ കാണിച്ചിട്ടുണ്ട്.
മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും അന്ധമായ വിരോധം പ്രകടിപ്പിക്കുകയാണ്, വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, ഇപ്പം നേരത്തെ ശ്രീമാൻ എളമരം കരീം പറയുകയുണ്ടായി, ഈ നമ്മുടെ ഈ കൊറോണ മഹാമാരി സാമ്പത്തിക രംഗത്ത് വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മറികടക്കാൻ എന്താണ് ഈ ബഡ്ജറ്റിലുള്ളത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ശ്രീ മഞ്ജുഷ്, ഈ കൊറോണ കാലത്ത് 27 ലക്ഷം കോടി രൂപയുടെ ആത്മനിർഭരൻ പാക്കേജ് ഏതാണ്ട് 5 ഘട്ടങ്ങളിലായിട്ട് പ്രഖ്യാപിച്ചൊരു മിനി ബഡ്ജറ്റ് പോലെ. അതിൽ ഇന്ത്യയിലെ എല്ലാ മേഖലകളിലെയും ആളുകൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പെട്ടിക്കട നടത്തുന്നവർക്ക് 10,000 രൂപ ധനസഹായം മുതൽ മലയോരത്തും കടലോരത്തും ഗ്രാമത്തിലും നഗരങ്ങളിലും കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും MSMEയിലും അതുപോലെ എല്ലാവർക്കും. ശരി 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 ശ്രീ പി കെ കൃഷ്ണസാദ്, നമ്മൾ ബജറ്റ് അവതരണത്തിന് മുൻപ് ഒറ്റയൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഒറ്റ സെക്കൻഡ്, അല്ലല്ല അതിന്റെ ഒരു തുടർച്ച കൂടി ഇതിൽ കണ്ടു എന്നുള്ളതല്ലേ താങ്കൾക്ക് പറയുവാനുള്ളത്? ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാം, പറഞ്ഞോളൂ. അല്ല, ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാം. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറ്റുമെങ്കിൽ, മഞ്ജുഷ് അനുവദിക്കുമെങ്കിൽ പറഞ്ഞോളൂ, പെട്ടെന്ന്. അതായത് അതിനുശേഷമാണ്, മാത്രമല്ല ഏതാണ്ട് കൊറോണ കാലത്ത് 90 കോടി പാവപ്പെട്ടവർക്ക് ഒരാൾക്ക് 5 കിലോഗ്രാം അരി നൽകിക്കൊണ്ട് ധാന്യങ്ങളും അരിയും നൽകി 90 കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ 9 മാസക്കാലം സൗജന്യമായി അരി നൽകിയ ഒരു സർക്കാരാണ് ശ്രീമാൻ എളമരം കരീം. ഈ പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയ ഗവൺമെന്റിനെ നടപടിയെ സ്വാഗതം ചെയ്യാൻ സാധിക്കുമോ? ശരി ശരി ശ്രീ പി കെ കൃഷ്ണൻ ഇടപെടുകയാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, മറ്റൊരു രാഷ്ട്രീയം ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് നേരത്തെ 20,000 ലക്ഷം കോടിയുടെ പാക്കേജ് പലതവണയായിട്ട്. ശരി, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP, മറ്റൊരു രാഷ്ട്രീയം ഇക്കാര്യത്തിൽ ഉണ്ടോ? തുടർച്ചയായിട്ട് കേരളത്തിലെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയാണ്. ഏറ്റവും അവസാനം ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടന സമയത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം അഭിനന്ദിച്ച കാര്യം താങ്കൾ മറന്നിട്ടില്ല. അതിനിടെയാണ് മറ്റൊരു ആരോപണം വരുന്നത് BJPയിൽ നിന്ന്. നേരത്തെ നിരവധി കേന്ദ്രമന്ത്രിമാർ ഉള്ള സമയത്ത് പോലും UPAയുടെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു വികസന പദ്ധതികളും കേരളത്തിന് കിട്ടിയിട്ടില്ല, ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുമെന്ന്. ഇല്ലേ, ഇപ്പോൾ ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് നിരന്തരമായി BJP അവകാശവാദം ഉന്നയിക്കുന്നതാണ്. സത്യത്തിൽ അതിൻ്റെ നേരവകാശം UPAയ്ക്കും UDFനും ഉള്ളതാണ്. കാരണം 40 വർഷക്കാലമായി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയ തുടങ്ങി. സ്ഥലം ഏറ്റെടുത്തു, ഒരു പ്രോജക്റ്റിലും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. നിരവധി വട്ടം നിരന്തരമായി പരിശ്രമിച്ചു. ബഹുമാനപ്പെട്ട വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലിരുന്ന 6 വർഷക്കാലവും അതിനുവേണ്ടി നാഷണൽ ഹൈവേ ബൈപ്പാസ് കൊല്ലവും അതുപോലെ തന്നെ ആലപ്പുഴയ്ക്കും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ബന്ധപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒക്കെ നടത്തി. എല്ലാം വിഫലമായ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ അന്നത്തെ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ്റുമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിൽ 50:50, 50:50 എന്ന ക്രമത്തിൽ കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇത് രണ്ടും പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 50:50 എന്ന നിലയിൽ ആദ്യമായി ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായി നാഷണൽ ഹൈവേയുടെ വികസനം ഏറ്റെടുക്കാനുള്ള സാഹസികമായ രാഷ്ട്രീയ തീരുമാനം അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് ഏറ്റെടുത്തു. നടപടികൾ പൂർത്തീകരിച്ചു, ടെൻഡർ വിളിച്ചു, പണി ആരംഭിച്ചു. 30% പണി പൂർത്തീകരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ കടന്നതിന് ശേഷമാണ് LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം ഇത്രയും കാലമെടുത്തു. പിന്നീട് വന്നത് NDA ഗവൺമെൻറ്, ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വന്നു, അത് പൂർത്തീകരിച്ചു. അതിൽ BJP ഇത്രത്തോളം കേരളത്തിൻ്റെ ബൈപ്പാസ് വികസനത്തിൻ്റെ കാര്യത്തിൽ BJPക്ക് അങ്ങനെ ആരും, ഞാൻ ചെയ്തില്ല എന്നല്ല, ശ്രീ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന BJP മാത്രമല്ല, അതിൽ LDF ഗവൺമെന്റും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, LDF സർക്കാരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഞാനൊരു രാഷ്ട്രീയം അതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം അഭിനന്ദിക്കുകയാണ് വികസന കാര്യത്തിൽ. അവിടെ നിങ്ങളാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അല്ലല്ല അവിടെ ഉത്തരം പറയാം. അതാ ഞാൻ ആ പോയിന്റിലേക്കാണ് വന്നത്. ശ്രീ ജി സുധാകരൻ കേന്ദ്ര ഗവൺമെന്റിനെയും നിതിൻ ഗഡ്കരിയെയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റിനെ വലിയ രൂപത്തിൽ പ്രശംസിക്കുമ്പോൾ, അഭിനന്ദിക്കുമ്പോൾ 40 വർഷം നടക്കാതിരുന്ന ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള സാഹസികമായ തീരുമാനമെടുത്ത്
മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പണി ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്ത് 30% പണി പൂർത്തീകരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റിനെ കൂടി പരാമർശിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന് കനത്ത വിമർശനം നൽകിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ സംശയിക്കുന്നത്. രാഷ്ട്രീയത്തിലെ ചില അന്തർധാരകൾ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടോ എന്ന്, അതിൽ ശ്രീ നിതിൻ ഗഡ്കരി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലല്ല, അത്തരം അന്തർധാരകൾ ഇവിടെയും സംശയിക്കുകയാണോ, അതോ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സ്റ്റണ്ട് എന്ന് മാത്രമേ നിങ്ങൾ സംശയിക്കുന്നുള്ളൂ? ഈ ബജറ്റ് സമയത്ത് കേരളത്തിൽ ഇത്രയും വാരിക്കോരി തന്നത്, പക്ഷേ വാരിക്കോരി തന്നത് എല്ലാവരും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. കൃഷ്ണദാസ് അതാണ് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരു അഭിനന്ദന വാക്കെങ്കിലും പറയുമോ ഇല്ലയോ എന്ന്. അല്ല, ഞാൻ ആവർത്തിച്ചു പറയാം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കേരളത്തിലടക്കം ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അതൊന്നും ആരും നിഷേധിക്കുന്നില്ല, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് നേരത്തെ ശ്രീ എളമരം കരീം സൂചിപ്പിച്ചതുപോലെ അത് വായ്പ എടുത്തിട്ടായാലും അതുപോലെ ടോൾ കളക്ഷനിലൂടെ ആയാലും മുൻകാലങ്ങളിൽ നടക്കാത്ത പല നിർമ്മാണ പ്രവർത്തനങ്ങളും നാഷണൽ ഹൈവേയിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് കാലത്തിനനുസരിച്ച് വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ കിഫ്ബി വായ്പ എടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് പോലെ എത്രമാത്രം ലക്ഷ്യം കണ്ടു എന്നുള്ളത് വേറെ പ്രശ്നം. ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ബോണ്ട് വിതരണം ചെയ്തുകൊണ്ടും അതുപോലെ പലതരത്തിലുള്ള വായ്പ കമ്പോളത്തിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുശേഷം ടോൾ കളക്ഷനിലൂടെ ആ പണം തിരികെ എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മാറ്റമുണ്ടാകുന്നു. പക്ഷേ അത് കാലാനുസൃതമായി ഉണ്ടായ ഈ മാറ്റം കേരളത്തിൻ്റെ ആകെ വികസന പ്രക്രിയയിൽ വലിയ പങ്ക് വഹിച്ചു. ബൈപ്പാസ് ഉൾപ്പെടെയുള്ള നാഷണൽ ഹൈവേകൾ ഒക്കെ പൂർത്തീകരിച്ചത് ഈ കഴക്കൂട്ടം മുതലുള്ള നാഷണൽ ഹൈവേ ബൈപ്പാസ് തിരുവനന്തപുരത്ത് UPA ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ, UDF ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ആരംഭിച്ചതാണ്. അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒരു തുടർച്ച കൂടിയാണ്. പക്ഷേ അതിലൊരു ഫോക്കസ് ശ്രീ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ, അതുകൊണ്ടാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ ശ്രീ നിതിൻ ഗഡ്കരിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നതും അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. ഉള്ളതുപോലെ പറയുന്നതിനകത്ത് എന്താ ബോധം? അതിൻ്റെ ആകെ അർത്ഥം ഇതിൻ്റെ മുഴുവൻ അവകാശവാദം BJPക്കും കേന്ദ്ര ഗവൺമെന്റുമാണ്, അല്ല എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ശരി ശ്രീ എളമരം കരീം, അതോടൊപ്പം തന്നെയാണ് കേരളത്തെ ഒരു വ്യവസായ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? ഒരു കാര്യം, ചോദ്യത്തിൽ മറുപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച 2021-22 ബജറ്റ് എത്രമാത്രം ജനവിരുദ്ധമാണെന്ന പൊതു ചർച്ച വിട്ട് കേരള അടിസ്ഥാനത്തിലൊരു ചർച്ചയിലേക്ക് തന്നെ ചുരുക്കിക്കൊണ്ടുപോയ മാതൃഭൂമിയുടെ നിലപാടിനെ ഞാൻ ശക്തമായി വിമർശിക്കുക. ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ ശ്രീ പ്രേമേന്ദ്രൻ നേരത്തെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു അന്തർധാര അതിനുള്ളിൽ കടന്നു വന്നതായിട്ട് കണ്ടു. ഇത്തരമൊരു ചർച്ചയിൽ ആ രീതിയിലുള്ളൊരു ദുസ്സൂചന പ്രേമേന്ദ്രനെ പോലുള്ള ആളുകൾ പ്രകടിപ്പിച്ചത് ശരിയായില്ല. വസ്തുതാപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരുന്നു ഉചിതം. ഇവിടെ നാഷണൽ ഹൈവേ വികസനം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെന്തോ വ്യവസായ വിപ്ലവം നടക്കാൻ പോകുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പോലും. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്നവരാണ് ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചില്ലേ, വിൽക്കാൻ തീരുമാനിച്ചില്ലേ? അതിപ്പോൾ കേരള ഗവൺമെൻറ് ഏറ്റെടുത്തതുകൊണ്ട്, അതിന് അനുമതി കിട്ടിയതുകൊണ്ട് മാത്രം, അതിന് കേരള ഗവൺമെൻറ് പണം മുടക്കി ഏറ്റെടുക്കുന്നതുകൊണ്ട് അത് പൂട്ടാനിടയില്ല. ഭാരത് എർത്ത് ലിമിറ്റഡ് കഞ്ചിക്കോട് പൂട്ടാൻ പോകല്ലേ? ഇൻസ്ട്രുമെൻറ്റേഷൻ പാലക്കാട് യൂണിറ്റ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചില്ലേ? അതുപോലെ അമ്പലമുകളിലെ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് വിൽപ്പനയ്ക്ക് വെച്ചില്ലേ? ഇതെല്ലാം വാങ്ങുന്നവർ കമ്പനി നടത്താനല്ല വാങ്ങുന്നത്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിനാണ്. എന്ത് വ്യവസായ വിപ്ലവമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? NTCയുടെ 5 കമ്പനികൾ കേരളത്തിലുണ്ട്, മില്ലുകളുണ്ട്, തുണിമില്ലുകൾ മുഴുവൻ പൂട്ടിക്കിടക്കുക. കണ്ണൂരിലേത് മാത്രം തുറക്കുമെന്ന് പറയുന്നു, ബാക്കി തുറക്കുമെന്നതിനെക്കുറിച്ചൊരു സൂചന പോലുമില്ല. ഇതാണോ വ്യവസായ വിപ്ലവം? കൊച്ചിൻ കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി കേരള സർക്കാർ ആവിഷ്കരിച്ച വ്യവസായ വികസന പദ്ധതിയാണ്. അതിനൊരു ഫോർമൽ അപ്രൂവൽ കേന്ദ്ര ഗവൺമെൻറ് നൽകി. അതിൻ്റെ സ്ഥലമെടുപ്പൽ നടപടി നടത്തേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പാക്കി ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ നടപടിയും സ്വീകരിച്ചു കേരള ഗവൺമെൻറ് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിൽ യാതൊരു ന്യായവുമില്ല.
പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കാനുള്ള സമഗ്ര പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നാണ്യവിളകളുടെ വില തകർച്ചയാണ്. അത് പതിനായിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്നുണ്ട്. എന്താണ് അതിന് പരിഹാരം? ഇതിനൊക്കെ പരിഹാരമില്ലാതെ കേരളത്തിലെ സമ്പദ്ഘടന എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്? ഈ ബജറ്റ് എന്ന് പറയുന്നത് തന്ത്രപ്രധാനവും അല്ലാത്തതുമായ വ്യവസായങ്ങളെയും ദേശസാൽകൃത ബാങ്ക്, ഇൻഷുറൻസ് മേഖല, വൈദ്യുതി തുടങ്ങിയ മേഖലകളെ മുഴുവൻ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ഒരു നയത്തിൻ്റെ വിളംബരമാണ്. അതാ ഞാൻ പറഞ്ഞത്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളാൽ തയ്യാറാക്കപ്പെട്ട ബജറ്റാണ്, ജനവിരുദ്ധ ബജറ്റാണ്. ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന MNREG അതിൽ 2020-21 41% അലോക്കേഷൻ കുറച്ചത്. ഉച്ചഭക്ഷണ പദ്ധതി 1400 കോടി രൂപയ്ക്ക് വെട്ടിക്കുറച്ചു. ICDS അംഗനവാടി നടത്തുന്ന 30% കുറച്ചത്. അതേ അവസരത്തിൽ ടാക്സ്, ഡയറക്റ്റ് ടാക്സ് അടയ്ക്കാൻ ബാക്കിയുള്ള കോർപ്പറേറ്റുകളുടെ 10.57 ലക്ഷം കോടി കഴിഞ്ഞ 5 വർഷത്തെ കുടിശ്ശികയെ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തിരിച്ചു പിടിക്കാൻ ഒരു നടപടിയും ഈ ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടില്ല. പാവപ്പെട്ടവരുടെ മേൽ പുതിയ ഭാരം കയറ്റി വെക്കുക, അവരുടെ ജീവിതോപാധികൾ തകർക്കുക എന്നല്ലാത്ത ഒരു ഡയറക്ഷനും ഈ ബജറ്റിന് ഇല്ല എന്നതാണ് ബജറ്റിന്റെ പ്രത്യേകത. ശ്രീ എളമരക്കരി, മറ്റൊരു കാര്യം, കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ ഈ താങ്ങുവില അവസാനിപ്പിക്കുവാനുള്ള ഉദ്ദേശം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രഖ്യാപനമാണോ ഈ താങ്ങുവിലയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ പണം അലോക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം? അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ സെസ്സിന്റെ കാര്യം, കാർഷിക വികസന സെസ് ഏർപ്പെടുത്തിയത്, അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണത്തിന് 2013-14 ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ തുകയാണ് കഴിഞ്ഞ വർഷം ചെലവഴിച്ചത് എന്നൊരു കണക്ക് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത് ഇന്നത്തെ കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. യഥാർത്ഥത്തിൽ ആ വാദത്തിന് അർത്ഥമില്ല. 2013-14 ഇൻഫ്ലേഷൻ നിരക്കിൽ വന്ന മാറ്റം വെച്ചുകൊണ്ട് മാത്രം അത്രയും ധാന്യങ്ങൾ സംഭരിക്കാൻ ഇന്ന് കൊടുക്കേണ്ടി വരുന്ന വില, ഈ തുക വേണ്ടിവരും. ഇത് ഗണ്യമായ വർധനവല്ല. അങ്ങനെ വരുമ്പോൾ താങ്ങുവില അവസാനിപ്പിക്കുവാൻ സർക്കാരിന് ഉദ്ദേശമില്ല എന്ന സന്ദേശം അവിടെ കിട്ടുന്നില്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമായ താങ്ങുവില, അതിലൊരു ഉറപ്പ് അവിടെ കിട്ടുന്നില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഈ 3 നിയമങ്ങൾ പാർലമെന്റ് പാസ്സായ പശ്ചാത്തലത്തിൽ താങ്ങുവില ഉണ്ടാവില്ല. ഇപ്പൊ കോടതി സ്റ്റേ ചെയ്തതുകൊണ്ട് മാത്രമാണ് താങ്ങുവില എന്ന കാര്യം ഗവൺമെന്റ് എടുത്തു പറയുന്നത്. ഇത് നടപ്പാക്കാനുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നിയമം പിൻവലിച്ചാൽ പോരെ. ഈ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം താങ്ങുവിലയും സംഭരണവും ഉണ്ടാവുന്നതല്ല. അതാണ് കർഷക സമരത്തിൻ്റെ ഏറ്റവും ഗൗരവമായ മുദ്രാവാക്യം. അത് അംഗീകരിക്കുന്നതിന് പകരം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇത്തരം വിദണ്ഡവാദങ്ങൾ ഉയർത്തുകയാണ്. താങ്ങുവിലയും സംഭരണവും ഉണ്ടാവില്ല, കരാർ കൃഷി സമ്പ്രദായം നടപ്പാകും, കർഷകർക്ക് ഫ്രീ ട്രേഡാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. അതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത്. സ്വതന്ത്ര വ്യാപാര അവകാശം ലഭിച്ചാൽ ഇന്നത്തെ APMC അനുസരിച്ച് ഇടനിലക്കാരാണ് കച്ചവടത്തിൽ ഏർപ്പെടുന്നത്, അത് ഒഴിവാക്കുകയാണ്. അത് വലിയ നേട്ടമാണെന്നാണ് പ്രസംഗിക്കുന്നത്. ശരി, ശ്രീ PK കൃഷ്ണദാസ്, ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണോ ഇത്? താങ്ങുവില അവസാനിപ്പിക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ല എന്ന രീതിയിലുള്ള വരുത്തി തീർക്കൽ ബജറ്റിലൂടെ ഉണ്ടാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഭവ സമാഹരണത്തിന് വേണ്ടി എന്ത് കാര്യമാണ് ഉള്ളത്? ഓഹരി വിറ്റഴിക്കൽ എന്നുള്ള കാര്യം അല്ലാതെ, സ്വകാര്യവൽക്കരണം എന്ന കാര്യം അല്ലാതെ, ഇപ്പോൾ 49% നിന്ന് 74% വിദേശ നിക്ഷേപത്തിന്റെ പരിധി കൂട്ടുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ 1.75 നിന്ന് 3.75 നേരത്തെ 2 ലക്ഷം കോടിയുടെ ഓഹരി വിൽപ്പന അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതുകൂടി കൂട്ടിക്കൊണ്ട് 3.75 ലക്ഷം കോടിയിലേക്ക് ഉയർത്തുന്നു. ഓഹരി വിറ്റഴിക്കലിലൂടെ കിട്ടുന്ന അധിക വിഭവ സമാഹരണത്തിൻ്റെ പരിധി, ഇതൊക്കെ ഒരു പറ്റിക്കൽ പ്രസ്ഥാനമായി മാറുകയാണോ? അതിനിടയ്ക്ക് ശ്രീ മഞ്ജുഷ്, ഞാൻ ഒരു 8:50